പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദദീപ്തിയുടെ ഫോണിലേക്ക് ബെല്ലടിക്കുന്നുണ്ട് എങ്കിൽ പോലും മറുപടിയൊന്നുമില്ല. ഓരോ തവണയും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴും നിരാശയുടെ തണുത്ത മറുപടിയാണ് ലഭിക്കുന്നത്. ഒടുവിൽ ആ വിളികൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു. അത് വെറും ഒരു നിശബ്ദതയായിരുന്നില്ല, മറിച്ച് വേദയുടെ ഉത്കണ്ഠകൾക്ക് നേരെയുള്ള ദീപ്തിയുടെ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ തന്നെയായിരുന്നു അത്. വേദയുടെ മുഖത്തെ ആ കാർമേഘം കണ്ടുകൊണ്ട് വിക്രം അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവൻ്റെ കണ്ണിൽ പരിചിതമായ ഒരു ചോദ്യഭാവമുണ്ടായിരുന്നു. ദീപ്തിയെ വിളിക്കുകയായിരുന്നു അല്ലേ? അവൾ ഫോൺ എടുത്തില്ല. അതോ കട്ട് ചെയ്തോ? വിക്രമിൻ്റെ ശബ്ദത്തിൽ ഒരേ സമയം പരിഹാസവും കാര്യഗൗരവവും നിഴലിച്ചു. വേദ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ മൗനം തന്നെയായിരുന്നു ഉത്തരം. നീ അവളെ വിളിക്കുന്നത് ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം വേദ. അതുകൊണ്ടാണ് അവൾ നിന്നെ അവഗണിക്കുന്നത്. എത്ര വിളിച്ചിട്ടും അതിൽ ഒരു കാര്യവുമില്ല. നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ. വിക്രത്തിൻ്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു. വേദ അവനെ നോക്കി. അവൾ നശിക്കുന്നത് ഞാൻ നോക്കി നിൽക്കണമെന്നാണോ വിക്രം? അതല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിക്രം അവിടെ ഇരുന്നു. പക്ഷേ നീ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ നേരായ വഴി അതിന് ഉത്തമമല്ല. വേണമെങ്കിൽ ഞാൻ ആ പ്രശ്നമങ്ങ് പരിഹരിച്ചു തരാം. വേദയുടെ നെറ്റി ചുളിഞ്ഞു. എങ്ങനെ? വിക്രത്തിൻ്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ വഴിയെക്കുറിച്ച് നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നടക്കണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. വേണ്ട, വേദ തറപ്പിച്ചു പറഞ്ഞു. മാലയിട്ട് വ്രതമെടുത്തിരിക്കുന്ന നിങ്ങൾ ഈ സമയത്ത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരടിപിടി ഉണ്ടാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ആ പയ്യനെ തല്ലിച്ചതുക്കാനോ കിഡ്നാപ്പ് ചെയ്യാനോ ആണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ അതൊന്നും ഇവിടെ നടക്കില്ല. വിക്രം ചിരിച്ചു. ശാരീരികമായിട്ടൊന്നും ഉപദ്രവിക്കില്ല, ജീവഹാനിയും ഉണ്ടാവില്ല, സ്വാമി ശരണം. പക്ഷേ നിനക്ക് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാനൊരവസരം ഉണ്ടാക്കിത്തരാം. അവൻ്റെ ശല്യമില്ലാതെ അവളോട് സംസാരിക്കാൻ നിനക്കൊരവസരം ലഭിക്കും. അതിന് ഞാൻ തയ്യാറാണ്. വേദയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു മിന്നലാട്ടം കണ്ടു. പക്ഷേ വിക്രം അവിടെ നിർത്തിയില്ല. പകരം എനിക്ക് നീയൊരു സഹായം ചെയ്തു തരേണ്ടി വരും. എന്ത് സഹായം? ശ്രീനി സാറിനെതിരെയുള്ള ആ കേസ്, അത് കോടതിയിലെത്തരുത്. സമ്മതമാണോ? വേദയുടെ മുഖമങ്ങ് വലിഞ്ഞു മുറുകി. വ്രതശുദ്ധിയുടെ പേരിൽ മാലയിട്ടിരിക്കുന്ന ഒരാൾ ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വില പേശുന്നത് അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. അത് നടക്കില്ല വിക്രം, അവൾ തീർത്തും പറഞ്ഞു. വിക്രം നിരാശനായില്ല. പകരം പരിഹാസത്തോടെ പറഞ്ഞു. എങ്കിൽ നിന്റെ ഇഷ്ടം. എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ അറിയിച്ചാൽ മതി, സ്വാമി ശരണം. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് നടന്നു നീങ്ങി. മനസ്സിൽ 1000 ചിന്തകളുമായി വേദ തൻ്റെ പഴയ വീടിൻ്റെ പടിവാതിലിലെത്തി. ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ അവളെ കണ്ട് അമ്മ അത്ഭുതപ്പെട്ടു. മോളെ, ഇതൊട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ, എല്ലാവരെയും ഒന്ന് കാണാൻ തോന്നി, വേദ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്ര നാളായിട്ടും തോന്നാത്തതാണോ ഇപ്പോൾ തോന്നിയത്? അമ്മയുടെ ചോദ്യത്തിൽ ചെറിയൊരു പരിഭവം ഒളിഞ്ഞിരുന്നു. സത്യമായിട്ടും അമ്മേ, ഇന്നലെ ഞാൻ ദീപ്തിയെ സ്വപ്നം കണ്ടു. അപ്പോൾ തോന്നി ഒന്ന് കാണണമെന്ന്. കള്ളം പറയേണ്ടി വന്നതിൽ വേദയ്ക്ക് നല്ല വിഷമം തോന്നി. എങ്കിലും ദീപ്തിയുടെ നന്മയ്ക്ക് വേണ്ടി അത് അത്യാവശ്യമായിരുന്നു. ദീപ്തി മുകളിലുണ്ട്, അമ്മ പറഞ്ഞു. വേദ പടികൾ കയറി മുകളിലേക്ക് കടന്നു വന്നു. ആ സമയം ദീപ്തി തൻ്റെ മുറിയിൽ വരുണുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. പ്രണയത്തിൻ്റെ മാസ്മരിക ലോകത്തായിരുന്നു അവൾ. ഇപ്പോൾ വരാൻ പാടില്ലല്ലോ, ഇന്ന് ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റില്ല. നീ നാളെ കോളേജിൻ്റെ ഗേറ്റിന് മുന്നിലേക്ക് വന്നു നിന്നാൽ മതി. വാതിലിന് മുട്ട് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ സംഭാഷണം നിർത്തി. ആരോ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. വാതിൽ തുറന്ന ദീപ്തി മുന്നിൽ നിൽക്കുന്ന വേദയെ കണ്ട് അമ്പരന്നു. പ്രതീക്ഷിച്ചില്ല അല്ലേ? വേദ ചോദിച്ചു. ഇല്ല, വീട് ഉപേക്ഷിച്ചു പോയ ആളിങ്ങനെ വരുമെന്നൊന്നും കരുതിയില്ല. നാളെ കോളേജിൽ വന്ന് കാണാമെന്നാ കരുതിയത്. ദീപ്തിയുടെ വാക്കുകളിൽ അകൽച്ച പ്രകടമായിരുന്നു. വേദ അകത്തേക്ക് കയറി. നാളെ വരെ കാത്തിരിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല ദീപ്തി. അത്രക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ എനിക്കറിയാം ചേച്ചി. ചേച്ചി വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. മോളെ, നീ ഒന്ന് ശാന്തമായി ആലോചിക്ക്. തെറ്റായ വണ്ടിയിലാണ് കയറിയത് എങ്കിൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങി തിരിച്ചു പോരണം. ദൂരം കൂടുന്തോറും മടക്കയാത്ര കഠിനമായിരിക്കും. ദീപ്തി പുച്ഛത്തോടെ ചിരിച്ചു. സ്വന്തം ജീവിതത്തിൽ ചേച്ചിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എങ്കിൽ തിരിച്ചു പോരെ. സ്വന്തം കുടുംബത്തിൻ്റെ അഭിമാനം കളഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെ നിന്ന് പോയത് എന്ന കാര്യം അച്ഛനും ഏട്ടനും എപ്പോഴും പറയാറുണ്ട്. ഞാൻ എൻ്റെ കാര്യം ചർച്ച ചെയ്യാനല്ല വന്നത്, വേദ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. സ്വന്തം വിവാഹകാര്യത്തിൽ ആരെയും അനുസരിക്കാത്ത ചേച്ചിക്ക് എന്നെ തിരുത്താൻ ഒരു അവകാശവുമില്ല. ചേച്ചി ഇഷ്ടപ്പെട്ട ആളെ തന്നെ തിരഞ്ഞെടുത്തു. ഞാനും അത് തന്നെ ചെയ്യുന്നു, അത്രയുള്ളൂ. അന്ന് സാഹചര്യം വേറെയായിരുന്നു ദീപ്തി. അത് പ്രേമവിവാഹമായിരുന്നില്ല. നിർബന്ധിച്ച് താലികെട്ടി ഗത്യന്തരമില്ലാതെ ഇറങ്ങിപ്പോവേണ്ടി വന്നതാണ്. പക്ഷേ നിന്റെ കാര്യത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വരുണിന് ഞാൻ കൈവിടില്ല ചേച്ചി. അവന് ഞാൻ വാക്ക് കൊടുത്തതാണ്. ദീപ്തിയുടെ തീരുമാനം പാറ പോലെ തന്നെ ഉറപ്പുണ്ടായിരുന്നു. അന്നേരം വേദ പറയുന്നത്, വരുൺ നല്ലവനല്ല ദീപ്തി, അവനൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. നിനക്കതറിയില്ല. അതൊക്കെ പഴയ കഥകളാണ് ചേച്ചി. അഡിക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ആളാകെ മാറി. അവനെല്ലാം തിരുത്തി.
ഇപ്പോൾ അവൻ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് പഠിക്കുന്നു, ജോലിക്ക് ശ്രമിക്കുന്നു. പശ്ചാത്താപമുള്ള ഒരു മനുഷ്യനെ തള്ളിക്കളയണോ? ദീപ്തിയുടെ ന്യായീകരണങ്ങൾ കേട്ട് വേദ ഞെട്ടിപ്പോയി. പ്രണയം അവളുടെ കണ്ണുകളെ എത്രമാത്രം അന്ധമാക്കിയിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലമായിട്ടും ചേച്ചിയുടെ ഭർത്താവ് ഇപ്പോഴും ആ ശ്രീനിവാസന്റെ ഗുണ്ടയായി നടക്കുന്നില്ലേ? ആദ്യം അതൊന്ന് നിർത്ത്, എന്നിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെട്. ദീപ്തിയുടെ വാക്കുകൾ അമ്പുകൾ പോലെ വേദയുടെ നെഞ്ചിൽ തറച്ചു. ഇതിൻ്റെ പേരിൽ വിക്രമേട്ടൻ വരുണിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദീപ്തി വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് എല്ലാം പറയും. അതൊരു ഭീഷണിയായിരുന്നു. വേദക്ക് മനസ്സിലായി ഇപ്പോൾ ദീപ്തിയെ തിരുത്താൻ തനിക്ക് കഴിയില്ല എന്ന്. അവൾ സ്വന്തം അനുഭവങ്ങളിലൂടെ മാത്രമേ പഠിക്കൂ എന്ന്. ശരി, നിന്റെ തീരുമാനം മാറിയില്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വേദ തോൽവി സമ്മതിച്ചുകൊണ്ട് തന്നെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ഇതേ സമയം ശ്രീനിവാസന്റെ വീട്ടിൽ മറ്റൊരു നാടകം അരങ്ങേറുകയായിരുന്നു. വിക്രം അവിടെ എത്തിയിരുന്നു. സുധ കൊണ്ടുവന്ന ചായ നിരസിച്ചുകൊണ്ട് തന്നെ വിക്രം ഇരുന്നു. എന്തുപറ്റി വിക്രം? മുഖം വല്ലാതായിരിക്കുന്നല്ലോ, സുധ ചോദിച്ചു. ദീപ്തിയുടെ കാര്യം ഓർത്തിട്ടാണ് ചേച്ചി. പിന്നെ എല്ലാറ്റിനും കാരണം ഞാനാണല്ലോ എന്ന കുറ്റബോധവും. വിക്രം പറഞ്ഞിട്ടാണോ അവൾ പ്രേമിച്ചത്? സുധ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. ശ്രീനിവാസൻ ചിരിയോടെ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അയാളുടെ വാക്കുകളിൽ വിഷം പുരട്ടിയിരുന്നു. വേദക്കറിയാവുന്ന സമാധാനത്തിൻ്റെ വഴിയിലൂടെ പോയാൽ ആ കൂട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല വിക്രം. ചിലപ്പോൾ ചില കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. ശ്രീയേട്ടാ, വിക്രം മാലയിട്ടിരിക്കുകയാണ്. തെറ്റായ വഴികൾ അവനെ ഉപദേശിക്കരുത് എന്ന് സുധ ഇടപെട്ടു. ശ്രീനിവാസൻ പുച്ഛിച്ചു. പുരാണങ്ങളൊന്ന് എടുത്തു നോക്കു സുധേ. വിഷ്ണു ഭഗവാൻ സ്ഥിതിയുടെ ദേവനാണ്. പക്ഷേ എത്രയോ തവണ സംഹാരത്തിനായി അവതാരങ്ങൾ എടുത്തു. രാമനും കൃഷ്ണനും പരശുരാമനും എല്ലാം ആയുധമെടുത്ത് ധർമ്മം സംരക്ഷിക്കാനാണ്. അയ്യപ്പൻ പോലും മഹർഷിയെ വധിക്കാനല്ലേ അവതരിച്ചത്. ശരിക്കു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും തെറ്റാവില്ല. ശ്രീനിവാസന്റെ തത്വശാസ്ത്രം വിക്രമിനെ ആശയക്കുഴപ്പത്തിലാക്കി. അയാളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. വിക്രത്തെ വീണ്ടും പഴയ അക്രമവാസനയിലേക്ക് തിരിച്ചുവിടുക. കൊല്ലുന്നവൻ കൊല്ലുന്നു എന്ന് വിചാരിക്കുന്നു, കൊല്ലപ്പെടുന്നവർ കൊല്ലപ്പെട്ടു എന്നും. എന്നാൽ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല. ഗീതയിലെ വരികൾ അയാൾ വികലമായി വ്യാഖ്യാനിച്ചു. സുധ ഭയത്തോടെ നോക്കി നിൽക്കെ വിക്രത്തിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി ശ്രീനിവാസൻ വിജയിച്ചിരുന്നു. വേദയുടെ ഇപ്പോഴത്തെ വീട്ടിൽ നന്ദിനി ആകാംക്ഷയോടെ വേദയുടെ മുറിക്ക് പുറത്ത് പരിങ്ങി നിൽക്കുകയായിരുന്നു. അകത്ത് വേദയും ശ്രീജയും ഗൗരവമായ ചർച്ചയിലാണ്. എന്താ അവിടെ ഒരു രഹസ്യം? നന്ദിനി പിറുപിറുത്തു. വാതിൽ പൂട്ടിയ മുറിയിൽ നിന്നും എന്തെങ്കിലും കേൾക്കാൻ അവൾ ചെവി വട്ടം പിടിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങിയ മുത്തശ്ശി ഈ കാഴ്ച കണ്ട് തലയാട്ടി. പതുക്കെ ചെന്ന് നന്ദിനിയുടെ ചെവിയിൽ അങ്ങ് പിടിച്ചു. എന്താടി ഇവിടെ ഒരു കള്ളത്തരം? നന്ദിനി ഞെട്ടിപ്പോയി. അപ്പോഴേക്കും വേദയും ശ്രീജയും വാതിൽ തുറന്നു വന്നു. ഇവൾ നമ്മുടെ വർത്താനം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ നിൽക്കുവാണ്. മുത്തശ്ശി ചിരിച്ചു. അത് ശരി, ഞങ്ങൾ നന്ദിനിക്കെതിരെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നുവെന്ന് ശ്രീജ തമാശ രൂപേണ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. നന്ദിനി ചമ്മിയ മുഖവുമായി അവിടെ നിന്നും തടിയൂരി. പോകും വഴി മുത്തശ്ശിയെ ശപിക്കാനും മറന്നില്ല. പക്ഷേ മുത്തശ്ശിയുടെ കാതുകൾക്ക് അപാരമായ ശക്തിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വൈകുന്നേരം ദീപ്തി അച്ഛന് ചായയുമായി ചെന്നു. ശങ്കരനാരായണൻ സോഫയിൽ ഇരിക്കുകയായിരുന്നു. മുഖത്ത് ഗൗരവം. അച്ഛാ, ചായ. ഇരിക്ക് ദീപ്തി, അച്ഛൻ പറഞ്ഞു. അവൾ ഭയത്തോടെ അവിടെ ഇരുന്നു. വേദ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്നവൾ ഭയപ്പെട്ടു. നിന്റെ MSc കഴിഞ്ഞാൽ എന്താ പരിപാടി? അച്ഛൻ ചോദിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിയിൽ PhD എടുക്കണം അച്ഛാ. അവൾ മറുപടി പറഞ്ഞു. നല്ലത്, പക്ഷേ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടായാലും പോരെ? ആ ചോദ്യം ഒരു ബോംബ് പോലെയാണ് ദീപ്തിയുടെ മുന്നിൽ വീണത്. കല്യാണമോ? അവൾ ഞെട്ടിത്തെറിച്ചു പോയി. അച്ഛൻ്റെ മനസ്സിൽ എന്തായിരിക്കും? വേദ പറഞ്ഞോ കാര്യങ്ങളൊക്കെ? അതോ ഇനി മറ്റേതെങ്കിലും ആലോചനയായിരിക്കുമോ? ദീപ്തിയുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ സൂചന പോലെ ആ ചോദ്യം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ഇനി വേദയുടെ ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കുമോ? വിക്രം വീണ്ടും ആയുധമെടുക്കുമോ? ദീപ്തിയുടെ പ്രണയം അവളെ എവിടെ കൊണ്ടെത്തിക്കും? വരും ദിവസങ്ങളിൽ നമുക്കതെല്ലാം തന്നെ കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നാളത്തെ എപ്പിസോഡ് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ചാനലിൽ ഞാൻ ഡെയിലി എപ്പിസോഡും അപ്കമിങ് എപ്പിസോഡുകളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.